19/4/2022 GOMS 84/2022/LSGD ഇതിൽ സർക്കാർ നീക്കിവെക്കുന്ന ഫണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങളാൽ നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അത് ഇപ്പോഴും പ്രാബല്യത്തിലുള്ള കാര്യമാണ്. ഈ തുക സ്പില്ലോവറായി അനുവദിച്ചാൽ ഇപ്പോൾ ശ്വാസം മുട്ടി നിൽക്കുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നേരെ ചൊവ്വേ ശ്വാസം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതിനുള്ള നടപടി എടുക്കുമെന്ന് ഇപ്പോഴും അദ്ദേഹം പറയുന്നതായി കാണുന്നില്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ധനവിനിയോഗത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നുവെന്നത് അറിയാത്തയാളല്ല മുഖ്യമന്ത്രി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഹാത്മാഗാന്ധിയുടെ സങ്കല്പമായിരുന്നു ഗ്രാമസ്വരാജ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിലായി നടപ്പാക്കിയത്. അതാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നടന്നത് എന്നാണ് നിങ്ങളെല്ലാവരും വലിയ തോതിൽ മേലിനടിച്ചിരുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയെ അടക്കം ഇപ്പോൾ ഉപേക്ഷിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. സർ, ഈ നിലപാട് നിർഭാഗ്യകരമാണ്. ഇത് തിരുത്തേണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വോക്കൗട്ട് നടത്തുകയാണ്. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാൻ. എന്തൊരു തമാശയാണ്. ആ ഡിസംബറിൽ കൊടുക്കാത്ത മൂന്നാം ഗഡു ഡിസംബറിൽ കൊടുത്തില്ല, ജനുവരിയിൽ കൊടുത്തില്ല, ഫെബ്രുവരിയിൽ കൊടുത്തില്ല, മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്, അതുവരെ കൊടുത്തില്ല. 2150 കോടി രൂപ. ആ 2150 കോടി രൂപ മൂന്നാം ഗഡു കൊടുക്കാതെ, കൊടുത്ത വർക്കുകൾക്കെല്ലാം പണം കൊടുക്കാതെ വിഷമിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം നിവർത്തികേട് കൊണ്ട്, നിങ്ങളുടെ ബജറ്റിലെ പാളിച്ച കൊണ്ട്, നിങ്ങളുടെ പ്ലാനിലെ പാളിച്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് 1533 കോടി രൂപ കുറയ്ക്കേണ്ടി വന്നതിനെയാണ് വിമർശിക്കുന്നത്.